ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജസ്ന സലീം എത്ര കിട്ടിയാലും എത്ര കണ്ടാലും എത്ര കേട്ടാലും ഒരിക്കലും പാഠം പഠിക്കില്ലെന്ന് ഉറപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഇറങ്ങിയിരിക്കുന്നത് മാതാ അമൃതാനന്ദമയുടെ പേരും പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടാത്തൊരു കാര്യമാണ്. ആദ്യം തന്നെ പറയട്ടെ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ജാതി മതം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് വേർതിരിപ്പിച്ചുകൊണ്ട് ഒരു വർഗീയതയെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ അല്ല ഇതെന്ന് പറയുന്നത്. ഞാനെന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത്, നമ്മുടെ നാട്ടുകാരായാലും ഏത് ആൾക്കാരായാലും ഈ പറയുന്ന അവരവരുടെ മതത്തിലായാലും മറ്റു മതങ്ങളെ ആയാലും അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് മലയാളികൾ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ മതത്തിനെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, ഇതിനെല്ലാം ബഹുമാനം കൽപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരു മതസമുദായത്തെ കൃത്യമായിട്ട് അംഗീകരിക്കാനോ അതിനെ ബഹുമാനിക്കാനോ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ ജനിച്ചു വളർന്ന, നമ്മൾ അതിജീവിക്കുന്ന, നമ്മുടെ കുടുംബങ്ങൾ ജീവിച്ചു വരുന്ന ഒരു സമുദായമുണ്ട് അല്ലെങ്കിൽ ഒരു മതമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മതങ്ങളിലും ഓരോ ആചാരാനുഷ്ഠാനങ്ങളാണ്. അപ്പം നമ്മൾ അധിവസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ശീലിച്ചിട്ടുള്ള, നമ്മുടെ ബന്ധുക്കളുള്ള ഇത്തരത്തിലുള്ള മതത്തിനോട് നമ്മൾ വേർതിരിവ് കാണിക്കുകയും മറ്റൊരു മതത്തെ ഭയങ്കരമായിട്ട് കൂട്ടുചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിക്കും കഴിയുന്ന ഒരു കാര്യമല്ല. അവിടെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ, ഉടായ്പകൾ ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. കണ്ണാ എന്ന് പറഞ്ഞ ഈ സ്ത്രീ പടം വരയ്ക്കാനുള്ള കഴിവുണ്ട്, സമ്മതിച്ചു. അത് പറയുന്നുണ്ട്, ഒരു പടം മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ, ഒരു മോഡൽ മാത്രമേ വരയ്ക്കാൻ പറ്റൂ. ആയിക്കോട്ടെ, അതിലൊന്നും പറയുന്നില്ല. മറ്റൊരു മതത്തിലുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് വേറൊരു മതത്തിൽ അല്ലെങ്കിൽ ദൈവങ്ങളെ വരയ്ക്കാൻ പാടില്ലെന്നും ഞാൻ പറയുന്നില്ല, തർക്കിക്കുന്നതുമില്ല. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ ചോയ്സാണ്, എന്തും ആയിക്കോട്ടെ. പക്ഷേ സ്വന്തം സമുദായത്തിലുള്ള അല്ലെങ്കിൽ സ്വന്തം മതത്തിലുള്ള ആൾക്കാരെ എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് മറ്റൊരു സമുദായത്തെ മാത്രം കൂട്ടുപിടിച്ച് അതിലുള്ള ആൾക്കാരെ മാത്രം ഈ പൊക്കി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് മാത്രം വീഡിയോസ് ഇടുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ട് തനിക്ക് ഉപജീവനത്തിനുള്ള പൈസ, അന്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് മാർഗം, ഒരു ട്രിക്ക് ഇത് തന്നെയാണ്. അല്ലാതെ സത്യസന്ധമായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് ഇനിയും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം പൂർണ്ണമായിട്ട് ഇവരെ നിഷേധിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഇതങ്ങനെ തന്നെയാണ്. കാരണം മനസ്സിലാക്കാൻ പറ്റും, ആരാണോ ട്രെൻഡിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ആരെ വെച്ച് പറഞ്ഞാലാണോ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇങ്ങനത്തുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്, പ്രശസ്തി ഉണ്ടാകുന്നത്, ഇങ്ങനെ നോക്കിയിട്ട് മാത്രമാണ് എന്തുകൊണ്ട് ഇവർ സ്വന്തം സമുദായത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവരോട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും അല്ലെങ്കിൽ അവരുടെ തന്നെ കാര്യങ്ങൾ, എന്തൊക്കെയോ കാര്യങ്ങൾ വീഡിയോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതങ്ങനല്ല. എന്തൊക്കെയോ ഉടായ്പകൾ ചെയ്തു കൂട്ടി അമ്പലനട എന്ന് പറയുന്നത് ഭക്തി മാർഗത്തിലൂടെ പോകാനുള്ള ഒന്നാണ്. ശാന്തവും സ്വസ്ഥവുമായിട്ട് ഇരിക്കേണ്ട ഒരു പരിസര പ്രദേശമാണ് ഈ പറയുന്ന ക്ഷേത്ര നട എന്ന് പറയുന്നത്. അത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അതിന് പിന്നിലുള്ള ഐതിഹ്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം ആ ഒരു അമ്പലനടയിൽ കയറാൻ കിട്ടിയ അനുമതിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് എന്തൊക്കെ പോക്രിത്തരങ്ങൾ ചെയ്യാമോ അതിൻ്റെ അങ്ങേയറ്റം ചെയ്തു കൂട്ടിയ ഒരു സ്ത്രീയാണ്. എന്നിട്ട് അവസാനം പറഞ്ഞത്, അയ്യോ എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ എന്ന്. കൊച്ചു കുട്ടിയല്ലല്ലോ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അവർക്ക് അറിയുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ അത്ര ശുദ്ധിയോടെ വ്രതം എടുത്തുകൊണ്ട് അങ്ങനെ പവിത്രമായിട്ടാണ് ഞാൻ ഈ പറയുന്ന പടം വരയ്ക്കുന്നത്, കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്നത്. അപ്പോൾ അത്രയും ചോദിച്ചോ അറിഞ്ഞോ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുള്ള ഒരു സ്ത്രീക്ക് ക്ഷേത്രനടയിൽ എങ്ങനെ പെരുമാറണം എന്ന് അറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ അതിലെ കള്ളത്തരം നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. എന്തായാലും അത് കളിച്ച് കേക്ക് വന്ന് അതിൻ്റെ ക്ഷേത്രനടയിൽ വെച്ച് മുറിച്ചു, മുട്ടയില്ലാത്ത കേക്ക്, സമ്മതിച്ചു. എന്നാലും അതിനെതിരെ ഹൈക്കോടതിയിൽ ഹർജിക്ക് ഭക്തർ പോയി. അതിനുശേഷം ആ ഒറ്റ സ്ത്രീ കാരണം ബാക്കി എല്ലാവർക്കും ക്ഷേത്രത്തിന് തിരുനടയിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാനോ റീൽസ് ചെയ്യാനോ ഒന്നിനും അനുമതിയില്ലാത്ത വിധത്തിൽ എന്തായാലും പൂർണ്ണമായപ്പം ഇപ്പം ക്ഷേത്രവും വേണ്ട, കണ്ണൻ്റെ മുമ്പിലോട്ട് പോവുകയും വേണ്ട. കാരണം അത് നിഷേധിക്കപ്പെട്ടല്ലോ. അപ്പം അടുത്തൊരു മാർഗം നോക്കണം, അതും ഭക്തി മാർഗത്തിലൂടെ തന്നെ പോകണം. ഇനി കണ്ണനെ വിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ദേവനാണല്ലോ, ഇനി ദേവിയിലേക്ക് പോവാം. മലയാളികളുടെ രൂപത്തിലുള്ള ദേവീ സങ്കല്പത്തിൽ ഇപ്പം അമ്മ എന്ന് വിളിക്കാമല്ലോ, ദേവീനെ നമ്മൾ അമ്മ എന്ന് വിളിക്കുമല്ലോ. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് ഇവിടെ കച്ചവടമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യക്തി എന്ന് പറയുന്നത് മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരു അമ്മയെ തന്നെ വെച്ചുള്ള കളിയാണ്. കാരണം അവർക്കുള്ള ഭക്തജനങ്ങൾ അല്ലെങ്കിൽ അവരെ ആശ്രയിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർ നമുക്കറിയാവുന്നതാണ്. വിദേശികളായിട്ടുള്ള ആൾക്കാർ വരെ വരുന്നൊരു സംഭവമാണ്. അപ്പം അങ്ങനൊരു വ്യക്തിയെ കൂട്ടുപിടിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പെടുത്തുള്ള ഫോട്ടോയും ബാക്കി കാര്യങ്ങളും എല്ലാം ഇപ്പം വന്നിരുന്ന് പറയുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഒരു മതം എന്ന് പറയുമ്പം ആ മതത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരൊക്കെ മറ്റു മതത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിന് എതിർപ്പൊന്നും നിൽക്കുന്നില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എടുത്തു നോക്കാൻ പറ്റും. ഈ പറയുന്ന മുസ്ലിംമാരായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. ആ വ്യക്തികളിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ വരെ ഭഗവത്ഗീത പഠിച്ച് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒരുപക്ഷെ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ പറയുന്നതിലും അത്ര അക്ഷരസ്ഫുടതയോടെ ഈ പറയുന്ന
ഈ ഭഗവത്ഗീത അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, വീഡിയോ ഇഷ്ടം പോലുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞ് എല്ലാ മതഗ്രന്ഥങ്ങളും പഠിക്കുന്നതിലൊന്നും ഒരു തെറ്റില്ല എന്ന് പറയുന്ന കൂട്ടരാണ് ഇവരെന്ന് പറയുന്നത്. തിരിച്ചായാലും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലാ ദൈവങ്ങൾക്കും വിലയുണ്ടെന്ന് സങ്കല്പിക്കുന്ന ഒരു സമുദായത്തിൽ പിറന്ന സ്ത്രീ തന്നെയാണ് ജസ്ന സലീം. അവിടെ ഒരു ആൾക്കാരും പറയുന്നില്ല ഈ പറയുന്ന മറ്റ് ദൈവത്തിനോട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് മിണ്ടരുതെന്നോ ഇങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മുടെ നാടെന്ന് പറയുന്നത് ഏറ്റവും ഐക്യത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഏറ്റവും വർഗീയത ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ അപകടകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മതത്തിനെ തൊട്ട് കളിക്കുക എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാര്യത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് കളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാം അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കാം എന്ന് കൃത്യമായിട്ട് അവബോധമുള്ള ഒരു സ്ത്രീ തന്നെയാണ് ഇവരെന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇവർ ജനിച്ച മതത്തെ ഇവർ ചേർത്ത് പിടിക്കാത്തതെന്നാണ്. നമ്മൾ ഏറ്റവും നല്ലൊരു പരിശുദ്ധയായിട്ടുള്ളൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് കളങ്കമില്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ദൈവത്തിനെയല്ലേ കൂട്ടുപിടിക്കേണ്ടത്, മറ്റ് ദൈവങ്ങളെ കൂട്ടുപിടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഞാൻ ഈ പറയുന്ന കണക്ക് ചില സമയങ്ങളിലെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടം വരുന്നതോ അല്ലാത്ത സമയങ്ങളായാൽ പോലും ദൈവങ്ങളെ വിളിക്കുന്നത് ഈ പറയുന്ന എല്ലാ ദൈവങ്ങളെയും ചേർത്ത് വിളിക്കാറുണ്ട്. യേശു, അല്ലാഹു, ഇങ്ങനെ മൊത്തം മുരുക എല്ലാ ദൈവത്തിനെയും കൂട്ടി ചേർത്ത് വിളിക്കാറുണ്ട്. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഈ പറയുന്ന എൻ്റെ സ്ഥലം കൊല്ലമായതുകൊണ്ട് തന്നെ ഇവിടെ തട്ടാമല എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. അവിടെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് പൈസ ഇട്ട് തൊഴുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ എന്ന് പറയുന്നത്. ഇനി അപ്പുറത്തേക്ക് വെട്ടുകാട് പള്ളിയിലും പാളയം പള്ളിയിലും പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഓരോ ഇടത്തും ഈ പറഞ്ഞ ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടിരുന്നല്ല, നമ്മൾ എല്ലാ മതത്തിനെയും വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ചെയ്യരുതെന്ന് ഒരു വ്യക്തിയും പറയുന്നില്ല. അപ്പം ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാത്തിലും വിശ്വാസം വേണം. സ്വന്തം സമുദായത്തിനോടും സ്വന്തം മതത്തിനോടും ഒരു ആദരവ് വേണം. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സമുദായത്തിലുള്ള മതത്തിലുള്ള എല്ലാവരെയും ശത്രുക്കളാക്കിയിട്ട് അന്യമതത്തെ കൂട്ടുപിടിക്കുന്ന സമയത്ത് അതിലെ സത്യസന്ധത നമ്മൾ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ടെന്നൊരു കാര്യം. ഒന്നുകിൽ ആ മതവുമായി ചേർന്ന് പോകാനാണ് അവർക്ക് താല്പര്യമെങ്കിൽ പൂർണ്ണമായിട്ട് ഇത് ഉപേക്ഷിച്ച് അതിലേക്ക് പോവുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. എന്തിനാണ് ഇത്തരത്തിൽ ആൾക്കാരുടെ ഇടയിലേക്ക് വർഗീയത കൂട്ടിക്കലർത്തുന്നത് അല്ലെങ്കിൽ മതത്തിനെ വെച്ച് ഇങ്ങനെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്ന് പലതവണ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിലപ്പുറത്തേക്ക് അവരൊരു അമ്മയാണ്, മക്കളുണ്ട്. ആ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെയ്തികളുടെ പ്രവൃത്തിയുടെ ഫലം, അനന്തരഫലം ആ കുഞ്ഞുമക്കളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അവരാണ് സമൂഹത്തിൽ ഈ പറഞ്ഞ കോമാളികളായി മാറാൻ പോകുന്നത്. അപ്പം അതൊന്നും ചിന്തിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നില്ല. ഓൾറെഡി അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്, അവരുടെ ഡെയിലി ലൈഫ് പറയാം. ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാലവും നമ്മളെ കള്ളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. നമ്മൾ കുറേ കാലങ്ങൾ കൊണ്ടായാലും അതിൽ നിന്ന് മാറി ചിന്തിച്ചു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അംഗീകരിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന മനസ്സുള്ള ആൾക്കാർ തന്നെയാണ് ഈ നാട്ടിലുള്ളത്. അപ്പം അങ്ങനൊരു ചോയ്സ് ഉള്ള സമയത്ത് പോലും വീണ്ടും ഇല്ല, ഞാൻ ഈ പാത തന്നെ പിന്തുടരുമെന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കി ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന്. അതിലപ്പുറം കൃഷ്ണനെ വരച്ച് വിൽക്കുന്നതിൻ്റെ എത്ര രൂപയെ അവർ ചിലവാക്കുന്നത് അല്ലെങ്കിൽ എത്ര രൂപയാണ് അവർ വിൽക്കുന്നതെന്ന് ആലോചിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് വെറും ഒരു ബിസിനസ് മാത്രമാണ്. കൃഷ്ണനെ അത്ര ഭക്തിയോടെ വിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അത്ര വരയ്ക്കാൻ അത്ര ആഗ്രഹം വെമ്പി മുട്ടി നിന്നിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും രൂപയ്ക്ക് കച്ചവടം ചെയ്യേണ്ട കാര്യം എന്താണ്? അപ്പം ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്. ഇത് വെച്ച് കളിച്ചു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ആൾക്കാരെ കയ്യിലെടുക്കാൻ പറ്റും, ഒരുപാട് ആൾക്കാർ കൂട്ട് നിൽക്കും. ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, എപ്പോഴും ഒരു വിഷയം എടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാർ കാണും, ഒരു വിഷയത്തെ പറയുന്ന സമയത്ത് അവിടെ വിമർശിക്കാനും ആൾക്കാർ കാണും. ഈ സെയിം വേ തന്നെയാണ് അവരും പോകുന്നതെന്ന് പറഞ്ഞാൽ അവർക്കറിയാം. അവരെ കൂട്ടമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രവൃത്തി ചെയ്യുമ്പോൾ ആക്രമിക്കുന്നത് കാണുമ്പോൾ സഹതപിക്കാൻ കൂടി ഒരു കൂട്ടർ വരുമെന്ന് കൃത്യമായിട്ട് അറിയാം. ആ കൂട്ടരെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ മുതലെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്, മണ്ടന്മാരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മണ്ടികളാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഇത്രയും എനിക്കുള്ള ഒരു പടം വരയ്ക്കുകയോ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട്. പക്ഷെ മതവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മറ്റു മതങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അതൊരു വർഗീയത കലർത്തിക്കൊണ്ട് കച്ചവട തന്ത്രമാക്കി മാറ്റി സ്വന്തം മതത്തിനെ ഇങ്ങനെ ചവിട്ടി താക്കുന്ന സമയത്ത് അത് ശരിയായിട്ടുള്ളൊരു പ്രവണത അല്ലെന്ന് പലപ്പോഴും തോന്നിയത് കൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത്. ആദ്യം സ്വന്തം സമുദായത്തെ, സ്വന്തം മതത്തെ ബഹുമാനിക്കാൻ പഠിക്കുക. എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് കിടന്നിട്ട് ആ മതത്തെ തള്ളി പറഞ്ഞിട്ട് മറ്റൊരു മതത്തിൻ്റെ ഗുണം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ കണ്ടുപിടിക്കുന്നവർ ശരിയായിട്ടുള്ള ഈ പറയുന്ന ഈ സമുദായത്തിനെയോ അല്ലെങ്കിൽ ദൈവങ്ങളെയോ സ്നേഹിക്കുന്നവരല്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ പറയുന്ന കേരളീയരായിട്ടുള്ള മനുഷ്യർക്ക്, അരിയാഹാരം തിന്നുന്ന ഓരോ മനുഷ്യർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾക്ക് മക്കൾ വളർന്നു വരുന്നവരാണ്, അവരാണ് ഇനി ജീവിക്കേണ്ടത്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ കാലത്ത് ഓരോ അമ്മയും അച്ഛനും അറിയാമല്ലോ ജീവിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുഞ്ഞുങ്ങളെ ഒരു കോമാളി വേഷം കെട്ടിക്കാതെ സമൂഹത്തിൽ എന്തെങ്കിലും ഇതുവരെ ഒരു കളിയാക്കൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ കളിയാക്കൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ മാറ്റിമറിക്കാൻ കഴിയുന്നതാണ്. ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്തിനാണ് ഈ മതം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത്, സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ വായി വരുന്ന വൃത്തികേടുകൾ ആൾക്കാരെ കൊണ്ട് തമ്മിൽ പറയിപ്പിച്ച് ഇങ്ങനെ ഇവർ ചെയ്യുന്ന ഒറ്റ പ്രവൃത്തി കൊണ്ട് പല ആൾക്കാരും തമ്മിലാണ് തമ്മിലടിക്കുന്നതെന്ന് പറയുന്നത്.
അപ്പം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് സത്യത്തിൽ സാമൂഹ്യ ദ്രോഹമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവരമുണ്ടെങ്കിൽ, ഈ പറഞ്ഞ അറിവുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും ഈ കാണിക്കുന്നതിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ നേരായ മാർഗ്ഗത്തിൽ എത്രയോ വീഡിയോകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പൈസ ഉണ്ടാക്കാനും നിങ്ങൾക്ക് ജീവിക്കാനും ഒക്കെ കഴിയുന്നതാണ്. ഈ പറയുന്ന പടവും വിറ്റ് ജീവിക്കാൻ പറ്റുന്നത്. പക്ഷേ സമുദായത്തെ തള്ളി പറഞ്ഞുകൊണ്ട് മറ്റൊരു സമുദായത്തെ പൊക്കി പറയുമ്പം അത് അത്ര ഗുണമുള്ള കാര്യമല്ല. അതിലൊരു സത്യസന്ധതയും ഉണ്ടാവില്ല.